എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ വീഡിയോ സകല യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറയുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വീഡിയോ. ഇതിൽ ഇതുവരെയായി നാം കണ്ടുവരുന്ന മന്ത്രിസഭകൾ, അതിൽ മന്ത്രിയുടെ സ്ഥാനം അലങ്കരിക്കുന്നവർ, അവർക്ക് അതിനുള്ള എന്ത് പ്രീ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നോക്കിയാൽ യാതൊന്നുമില്ല. അവർക്ക് കിട്ടുന്ന വകുപ്പുകളുമായി യാതൊരു ബന്ധം പോലും ഇല്ലാത്തവരാണ് ആ വകുപ്പുകളിൽ ഇരിക്കുമ്പോൾ ആ വകുപ്പുകൾ നശീകരണത്തിൻ്റെ വക്കിലെത്തത്തുള്ളൂ. അത് പബ്ലിക്കിനൊരു സർവീസും കൊടുക്കാൻ പറ്റില്ല. ഈ മന്ത്രിമാർ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് അധർമ്മന്മാരെ അവരുടെ മന്ത്രി സ്റ്റാഫ് അംഗങ്ങളായി മാറ്റിയെടുക്കാം. അവർക്കവിടെ കുത്തിയിരുന്ന് മന്ത്രിയുടെ മീറ്റിങ്ങിൻ്റെ തികതി കുറിക്കുക, പാർട്ടിക്കാരെക്കുറിച്ച് സംസാരിക്കുക, പാർട്ടിക്കാരുടെ ആവശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ അനാവശ്യമായ ഇടപെടുത്തലിൽ കൂടി അവിടെ ഇരുന്ന് ശമ്പളവും വാങ്ങി പെൻഷനും വാങ്ങി പോവുക. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ജോലി. എന്നാൽ അങ്ങനെ ആകരുത്. പലരും സ്വപ്നം കാണുന്നവരുണ്ട്. ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ആരോഗ്യമന്ത്രിയോ PWD മന്ത്രിയോ തൊഴിൽ മന്ത്രിയോ ദേവസ്വം ബോർഡ് മന്ത്രി ഏത് തന്നെ ആയിരുന്നാലും അതിൽ അവർക്കുള്ള വൈദഗ്ധ്യം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കണം. മരുന്നുകളെക്കുറിച്ചോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചോ ചികിത്സയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ ഒരു ആരോഗ്യവകുപ്പിൽ വന്നാൽ അവിടെ എന്തായിരിക്കും നടക്കുക? ഒന്നും നടക്കില്ല. അഴിഞ്ഞാട്ടമായിരിക്കും നടക്കുക. കാരണം ഈ മന്ത്രിയെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാ തരികിടയും പഠിച്ചവരായി ഇരുന്ന് ആ സെക്ഷനെ മാനേജ് ചെയ്യുന്നവരായിരിക്കും. അവരെ ഈ മന്ത്രിക്ക് ഡിപ്പെൻഡ് ചെയ്യേ പറ്റൂ. അത് വളരെ തെറ്റാണ്. അതുണ്ടാക്കാൻ പാടില്ല. അതിൽ വരുന്ന മന്ത്രി അറ്റ്ലീസ്റ്റ് കേവലം ഒരു MBBS ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മന്ത്രിയായിരിക്കണം. ഒരു ഗുളികയുടെ പേര് കുറിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഗുളികയെക്കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം. പേഴ്സണൽ സ്റ്റാഫിൽ വരുത്തേണ്ടത് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ദീർഘകാലത്തെ പരിചയം മെഡിക്കലിൽ ഏതെങ്കിലും ഭാഗത്തിലുള്ളവരായിരിക്കണം. അതിലുണ്ട് അതിൻ്റെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ തന്നെ ആയിരുന്നാലും അതുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ പക്ഷേ മരുന്നിനെക്കുറിച്ച് അറിയണം. അതിനെപ്പറ്റി ഒത്തിരി ഈ ഹോസ്പിറ്റൽ സംബന്ധമായ പല കോഴ്സുകളും അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്തായിരിക്കണം ആ മന്ത്രി സ്റ്റാഫ് അംഗങ്ങൾപ്പെടുത്തേണ്ടത്. ഇവർ ഓരോ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളെ അവർ പോയി നേരിട്ട് അന്വേഷിക്കുക. അത് ഞാൻ അന്വേഷിക്കാം അങ്ങനെ അറിയാതെ, ആരുടെയും ഒരു അറിവില്ലാതെ ഇപ്പോൾ പേഴ്സണലായിട്ടുള്ള അവിടുത്തെ ഓരോ നിലപാടുകളെക്കുറിച്ചും അവിടുത്തെ മാനേജ്മെൻറ്റിനെക്കുറിച്ചും എല്ലാം അറിഞ്ഞ് അത് റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ മന്ത്രി വകുപ്പ് നല്ല രീതിയിൽ സാധിക്കുകയുള്ളൂ. ഇത് പബ്ലിക്ക് വരുന്ന കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ നടക്കുന്ന ഒരു കോലാഹലം അറിയാതെ മന്ത്രി ഉദ്ഘാടനത്തിന് എന്തെങ്കിലും മറ്റു പരിപാടികളും കറങ്ങി ചുറ്റി എവിടെയെങ്കിലും ടൂറടിച്ച് എവിടെയെങ്കിലും പ്രശസ്തി പത്രം വാങ്ങാനും വേണ്ടി PR വർക്ക് നടത്തി മന്ത്രിസഭ ഭരിക്കുന്നവർക്ക് ആർക്കും ഒന്നും കിട്ടത്തില്ല. ഇനി PWD എടുക്കാം. എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കണം. വർക്ക് മാനേജ്മെൻറ്റ് പൊസിഷനിൽ ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ വർക്കിനെ കുറിച്ച് ഒരു മാനേജ്മെൻറ്റ്, ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ വകുപ്പ് നിയന്ത്രിക്കാൻ പറ്റൂ. ജലസേചനം, എങ്ങനെയാണ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് എന്താണ്, അതിൻ്റെ പൈപ്പ് ലൈൻ എന്താണ്, ആ ടെക്നിക്ക്. അതായത് മന്ത്രി സ്റ്റാഫായി എടുക്കേണ്ടവർ പുതിയതായിട്ട് ഈ ബാമ്പറിയാനും കൊടി പിടിക്കാനും തല്ലിത്തല്ലാനും വെട്ടും കുത്തിയും മനുഷ്യനെ കൊല്ലുന്നവനല്ല പേഴ്സണൽ സ്റ്റാഫിൽ വരേണ്ടത്. അവൻ്റെ വർക്ക് വിളിക്കുക. നിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി അവനെ ഉപയോഗിക്കുക, കൊള്ള നടത്താൻ അവനെ ഉപയോഗിക്കുകയാണ്, എല്ലാത്തിനും അവനെ ഉപയോഗിക്കുക. അവനെ പിടിച്ച് ഈ മന്ത്രിസഭ സ്റ്റാഫിൽ കയറ്റരുത്. കാരണം ഇവിടെ കഷ്ടപ്പെട്ട് പാവപ്പെട്ടവൻ്റെ നികുതി പണം എടുത്ത് കൊടുക്കുന്നവന്മാരാണ് ഇവന്മാർക്ക്. അവിടെ കുത്തിയിരുന്ന് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാം മന്ത്രിസഭ. അതിലല്ല ജനങ്ങളെ ഭരിക്കണമെങ്കിൽ ആ ഒരു സംവിധാനം ഉണ്ടാക്കണം.
നീ മന്ത്രിപ്പട്ടം കിട്ടുന്നവന് ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവൻ ആ മന്ത്രിപദത്തിൽ വരുത്തി ഇരുത്താവൂ. ഇതില്ലാതെ കുറേ കൊടിയും കുത്തി കുറേ ഘോരഘോരം പ്രസംഗിച്ച് കുറേ മനുഷ്യനെ വികാരാധീനമായി പ്രസംഗിപ്പിച്ച് കയ്യിലിട്ടുകൊണ്ട് ഓട്ടം വാങ്ങി പറ്റിക്കൊണ്ട് കിടക്കുന്ന പീറകളല്ല മന്ത്രികളാക്കേണ്ടത്. അതൊന്ന് ആദ്യം സൂക്ഷിക്കണം. ജനങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഒരു വിവരം കെട്ട ഒരു തന്നെ പെണ്ണുങ്ങളുടെ അടിനാവിക്ക് ചവിട്ടി തൊഴിക്കുക, അനാവശ്യം കാണിക്കുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, മനുഷ്യനെ കൊല്ലുക, കയ്യും കാലും വെട്ടുക, തീ വയ്ക്കുക, കൊള്ള നടത്തുക, ഇങ്ങനെയുള്ള വിഭാഗത്തിലുള്ള കൊടും ക്രിമിനലുകളെ മന്ത്രിയാക്കിയാൽ അവൻ എന്തായിരിക്കും? അവൻ ഇതിനേക്കാളും വലിയ ക്രിമിനലാകും. അതുണ്ടാകാൻ പാടില്ല. ഭരണഘടനയ്ക്ക് അത് വളരെ നിഷ്കർഷമാകണം. ഓരോ മേഖലയും എടുക്കുക, അതിൽ നൈപുണ്യമുള്ളവൻ, അതുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരുത്താവും. ഇനി മന്ത്രിയാകുന്നെങ്കിൽ മന്ത്രിക്ക് ഒരു ചുക്കും അറിയത്തില്ല. ഇനി പ്രസംഗിക്കാനും മനുഷ്യനെ കൂട്ടിത്തല്ലിപ്പിക്കാനും ഇതൊക്കെ അവനൊക്കെ പറ്റത്തുള്ളൂ. അവനൊക്കെ നല്ല വേറൊന്നും. കാരണം അർഹതയില്ലാത്തവൻ അർഹതയില്ല പൊസിഷനിൽ കയറിയാൽ അവിടെ കുളമാക്കും. ഇത് കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാത്തതിൽ വലിയ ദുഃഖമുണ്ട്. ഒരു സ്ഥാനാർത്ഥി അവൻ യോഗ്യനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നാം സ്വയം അറിയണം. അല്ലാതെ വല്ല ഈ കുറേ നോട്ടീസ് മേടിച്ച് ഇവിടെ കുറഞ്ഞ് മൈക്കും കെട്ടി കുറഞ്ഞ് ഭൂ എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല നമുക്ക് വേണ്ടത്. നമുക്കുണ്ട് തൻ്റെ ഇടം കഴിവുള്ള ഒരു മന്ത്രിയാക്കണമെന്നെങ്കിൽ എവിടെയെങ്കിലും ഈ വീമ്പടിക്കും. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ കിടന്ന് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെന്താ എമർജൻസിക്ക് ജയിലിൽ കിടന്നിട്ട് തല്ലിയൊക്കെ അറിയാം. ഒരു തല്ല് കിട്ടിയെങ്കിൽ 100 തല്ല് കിട്ടിയെന്നിടും. വേറെ എവിടെയെങ്കിലും കയറി ഈ വല്ല മതിൽ ചാടാൻ പോയിട്ടും വല്ല ക്ഷയം പിടിച്ച് കിടക്കുന്നതിന് അവസാനം ഏതെങ്കിലും സമരത്തിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിച്ച് വോട്ട് വാങ്ങും. ഞാൻ പേര് പറയുന്നത് ചില മന്ത്രിമാർക്ക് നടക്കാൻ വയ്യ, മനുഷ്യനെ നേരിട്ട് നോക്കാൻ പറ്റത്തില്ല, അവനെ താങ്ങിയെടുത്തുകൊണ്ട് വരികയാണ്. എനിക്ക് വളരെ നാണക്കേടായി. എന്തോ ഒരു ദുഃഖം പിടിച്ചൊരു കേസാണ്. നല്ല ആരോഗ്യം സംരക്ഷിക്കുന്നവൻ, നല്ല രാഷ്ട്രീയക്കാരൻ, അവൻ രാവിലെ ഉണരും, അവൻ്റെ വീട്ടിലെ കുറച്ച് പണികൾ ചെയ്യും, അവൻ എക്സസൈസ് ചെയ്യും, അവൻ്റെ ബോഡിയെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ എപ്പോഴും മറ്റുള്ളവരുടെ പരസഹമിൽ എവിടെയും പറന്നെത്താനുള്ള സൗകര്യം അങ്ങനെയുള്ളൊരു ശേഷിയുണ്ട്. അതിപ്പോൾ 85 വയസ്സാണ്. നൗ ഐ ആം 82 വയസ്സുള്ള ഞാനിപ്പോഴും ഓടി നടക്കുന്നു, രാവിലെ എൻ്റെ പണികൾ ചെയ്യുന്നു. എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ വേണ്ട ഒരു അരമണിക്കൂറെങ്കിലും അധ്വാനിക്കാതെ എനിക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റില്ല. എൻ്റെ കൈക്കും കാലിനും ബലം വേണമെങ്കിൽ അതിന് വ്യായാമം കൊടുക്കണം. ഇതെല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഒരുത്തനായിരിക്കണം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആക്കാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മന്ത്രി സ്റ്റാഫ് എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ മന്ത്രിക്കുന്നത് ഒരു മന്ത്രിയുടെ മന്ത്രി സ്റ്റാഫ് വേറൊരുത്തനായിരിക്കും, വേറൊരുത്തൻ നിശ്ചയിക്കുന്നതാണ് ഇവിടെ വരിക. അല്ലെങ്കിൽ ഈ മന്ത്രിനെ എന്താ നടത്തുന്നതിൻ്റെ വൃത്തികേട് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കും വേറൊരാളെ കൊണ്ടുപോയിക്കുന്നത്. അത് ഈ പാർട്ടിയും അതെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നടപ്പില്ല. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരോട് പറയുന്നു, എല്ലാവരോടും പറഞ്ഞ് ഒരുത്തനെ മന്ത്രിയാക്കണം. ആരാണെന്ന് മുമ്പേ നിശ്ചയിച്ചിരിക്കണം. അവന് വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവന് വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ വോട്ട് ചെയ്യരുത്, പോട്ടെ. എന്തെങ്കിലും പട്ടാളം ഭരിക്കട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം നടത്തട്ടെ. ഇല്ലാതെ ഈ അധർമ്മന്മാരെ കൊണ്ടിരുത്തി അവനെ മന്ത്രിപദത്തിൽ കൊടുത്ത് ആവശ്യമില്ലാത്ത ഫെസിലിറ്റിയും കൊടുത്ത് വിടുക. അവൻ്റെ മക്കളെ അവനും എല്ലാം സുഖസഹകരമായ ജീവിതം, കൊട്ടാര സദൃശമായ വീട്ടിൽ കുത്തിയിരുന്ന് ഭരണം നടത്തുക, ഇതല്ല മര്യാദ. ഇങ്ങനെയുള്ളവരൊന്നും മന്ത്രിസഭയിൽ കയറ്റിയിരുത്തരുത്, ഒരിക്കലും അനുവദിക്കരുത്. ഇനി എവിടെയെങ്കിലും വല്ല ഇടിയോ കൊണ്ട് പാർട്ടി കടിച്ച് അവർക്ക് അറിയിക്കുന്ന വേറെ എവിടെയെങ്കിലും മാറ്റിയിരുന്ന് നല്ല പെൻഷൻ കൊടുത്ത് അവരുടെ അഡ്വൈസറി ബോർഡിൽ മെമ്പറാക്കുക. ദാറ്റ്സ് ഓക്കെ. ഇനി മൊത്തം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്ത് അവനും ഗുണമാക്കും. പക്ഷെ അതും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ജോലിയായിരിക്കണം മന്ത്രിയാണ്. അല്ലാതെ മന്ത്രിയുടെ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇടപെടുക, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടപെടുക, പിൻവാതിലൂടെ നിയമനങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അവിടെ അരാജകത്വം വളരും, അവിടെ വ്യഭിചാരം വളരും, അവിടെ പല സംഭവങ്ങളും ഉണ്ടാകും. അറിയാം. അതായത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ അത് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതൊന്നും അല്ല. വളരെ വേദന കൂടി നമ്മൾ പറയുകയാണ്, ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ മന്ത്രിപദത്തിൽ കയറ്റരുത്. ഏത് സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കാലിബർ എന്താണെന്ന് നോക്കണം. ഇപ്പോൾ എല്ലാവർക്കും 100, 150 എന്തോ MLA അവരെല്ലാം വന്ന് ഈ ക്വാളിഫൈഡ് ആകണമെന്നില്ല. പക്ഷെ അവർക്ക് അർഹിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടി അവർക്ക് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും
അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷെ അതൊരു പ്രത്യേക സമിതി ഉണ്ടാക്കി അവർക്ക് വേണ്ടി എന്താണെന്നുള്ള സൗകര്യം ചെയ്തു കൊടുത്തോളൂ. അവർ അഡ്വൈസറി ബോർഡായിട്ട് എന്താണ്, പക്ഷേ ഭരണം വഹിക്കുന്നത് കഴിവുള്ള ആൾക്കാരെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ട് വയ്ക്കുക. അതിനുവേണ്ടി പുതിയ ആൾക്കാർ എടുക്കേണ്ട കാര്യമില്ല. എക്സ്പീരിയൻസ് ആൾക്കാർ, ഇനി വേണമെങ്കിൽ പുതിയ ആൾക്കാർ, പുതിയ ടെക്നാണെങ്കിൽ പുതിയ ലോകത്തെക്കുറിച്ച് അറിയുന്നവരെ എടുക്കുക. സാമ്പത്തികം വരെ കൈയാളുന്ന വല്ല കയറിൽ ഡോക്ടറേറ്റ് എടുത്തതല്ല സാമ്പത്തിക ശാസ്ത്രമാകേണ്ടത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ പരിചയവും അറിവുമുള്ളവരെ അവരെ എടുത്ത് വേണം ധനമന്ത്രിയാക്കേണ്ടത്. എല്ലാത്തിനും അത് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ എന്ന് വെച്ചാൽ അവന് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കണമായിരിക്കുക. ആ ഗ്രൗണ്ട് ഉള്ളവനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ വലിയ സീനിയർ നേതാവാണ്, പ്രസിഡൻ്റായിരുന്ന പാർട്ടി ഒക്കെ ഓക്കെ. അവർക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം പ്രത്യേകം കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ട സൗകര്യം അവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അവർ വേണം ഭരണത്തിൻ്റെ ആവശ്യത്തിന് വേണം. കൊള്ളും കൊലയും കൊലപാതകവും തീവയ്പും കയ്യും കാലും വെട്ടുന്ന ഇവന്മാരെ പിടിച്ചൊരു മന്ത്രിപദത്തിലാക്കാതിരിക്കുക. നാട് നശിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന നശീകരണത്തിന് നമ്മൾ പെട്ടുപോയത്. സോ എൻ്റെ വീഡിയോ പലർക്കും വേദന ഉണ്ടാക്കാം. എനിക്കൊരു വേദനയില്ല. കാരണം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ളതൊന്നുണ്ടല്ല. അർഹിക്കുന്ന മന്ത്രിപദത്തെടുക്കുക. ഒരു മനുഷ്യരെ പിടിച്ചപ്പോൾ ജോലിയോ കൂലിയോ അറിയാതെ ഒരു വ്യക്തിത്വം ഇല്ലാതെ ഒരു പഠിത്തമില്ലാത്ത ആരെയും വന്ന് മന്ത്രിസ്ഥാപിൽ എടുക്കാതിരിക്കുക. മന്ത്രിസ്ഥാപിൽ എടുക്കേണ്ടത് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നല്ല കഴിവ് തെളിയിപ്പിച്ചവരെ അത് ഡെപ്യൂട്ടേഷൻ എടുത്ത് മന്ത്രിസഭ അംഗങ്ങളിലേക്ക് ആക്കുക. ജലസേചനത്തിൽ അങ്ങനെ ആ വകുപ്പിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കുക. ഓടിക്കൾ PWD വർക്ക് അങ്ങനെയുള്ള കഴിവ് തെളിയിച്ചവരെ കളിക്കൂലി വാങ്ങിയവന്മാരല്ല, പെണ്ണുപിടിയന്മാരല്ല എടുക്കേണ്ടത്. കഴിവുള്ള നല്ല ആൾക്കാരുണ്ട്, അവരെ തിരഞ്ഞെടുത്തെടുക്കുക. അല്ലാതെ ഈ കൂടെ കിടക്കുന്നവർ GA പിടിക്കുന്നവർ മന്ത്രിസ്ഥാപിൽ വന്നിരുന്നതിന് ശമ്പളവും വാങ്ങി പെൻഷനും വാങ്ങിക്കൊള്ള നുണ പറയാനും ഇവിടെ പോലീസിനെ ഭരിക്കാനും വേണ്ടി ഒന്നും പോകണം. പോലീസിൻ്റെ ജോലി ചെയ്തോട്ടെ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാണാൻ വീണ്ടും എൻ്റെ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.